ഹലോ ഫ്രണ്ട്സ്, 21 ദിവസത്തെ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 1. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന പ്രാപഞ്ചിക നിയമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലർക്ക് വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർക്കോ സമയമെടുത്താണ് ഫലം ലഭിക്കുന്നത്. എന്തുകൊണ്ടാണിത്? ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഈ സുഹൃത്ത് 3 കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയാമോ? അതായത് ഭൂതകാലത്തിൽ നിന്നുള്ള മോചനം അഥവാ മാപ്പ് കൊടുക്കൽ. ബാക്കിയുള്ള 2 കാര്യങ്ങൾ നമുക്ക് തുടരെ പഠിക്കാം. മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ച് പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്. മാപ്പ് കൊടുക്കുക എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഔദാര്യമാണെന്നാണ് പലരും കരുതുന്നത്. എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നാം നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ. വളരെ ശക്തിയുള്ള ഒരു സെൽഫ് ഹീലിംഗ് ടെക്നിക്കാണിത്. എൻ്റെ ഈ സുഹൃത്തിൻ്റെ ജീവിതം തന്നെ മാറ്റാൻ സഹായിക്കുന്നൊരു മാർഗമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തു കൊടുക്കാൻ ഇതുവരെ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത്. കാരണം നമുക്കൊരാളുടെ ദേഷ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത്. അത് നമ്മുടെ ശത്രു അറിയണമെന്ന് പോലുമില്ല. നമുക്ക് ചില മത നേതാക്കളോടും രാഷ്ട്രീയ നേതാക്കളോടും ഒക്കെ കടുത്ത ദേഷ്യവും വിരോധവും ഒക്കെ തോന്നാറുണ്ടല്ലേ? എന്താണ് അപ്പോൾ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ മനസ്സ് കലുഷിതമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ വ്യക്തികൾ അത് അറിയുന്നു പോലുമില്ല. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ, ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് സ്വന്തം ഹൃദയത്തിലേക്കൊന്ന് നോക്കൂ. അതിലാരോടെങ്കിലുമൊക്കെ പകയോ വിദ്വേഷമോ വെറുപ്പോ കിടക്കുന്നുണ്ടോ എന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളെല്ലാം തടയുന്ന ഈ യാഥാർത്ഥ വില്ലനെ ഇന്ന് തന്നെ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങളിൽ നാം നമുക്ക് തന്നെ മാപ്പ് കൊടുക്കേണ്ടതായുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം നമ്മെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്താറുണ്ട്. സ്വന്തം തെറ്റുകൊണ്ടാണ് എല്ലാം സംഭവിച്ചതെന്ന് കരുതി കുറ്റബോധത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം സ്വയം മാപ്പ് കൊടുക്കാനും തയ്യാറാകണം. ഭൂതകാലം വലിയ ഭാരമുള്ളൊരു ഭാണ്ഡമായി നമ്മുടെ മുതുകിലിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിവേഗം മുന്നോട്ട് പോകാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയുക? ഈ നിമിഷത്തിൻ്റെ സന്തോഷങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? സുഹൃത്തെ, എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഒരിക്കലും ഭൂതകാലത്തേക്ക് തിരിച്ചു ചെന്ന് അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ വർത്തമാനകാലം മികച്ചതാക്കുക എന്നത് മാത്രമാണ്. ഭൂതകാലത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടും അതിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി മുന്നേറാൻ സാധിക്കും. ഭൂതകാലത്തിൽ നിന്ന് പുറത്തു ചാടുന്നതോടെ നമ്മിൽ സംഭവിക്കുന്നത് പ്രധാനമായി 4 കാര്യങ്ങളാണ്. 1. പുതിയ അവസരങ്ങൾക്കായി, അനുഭവങ്ങൾക്കായി നാം നമ്മുടെ ഉള്ളിൽ ഇടമൊരുക്കുകയാണ്. വേദനയുടെ പഴയ വാതിൽ എന്നേക്കുമായി അടയ്ക്കുമ്പോൾ പുതിയ അനുഭവങ്ങളും അവസരങ്ങളും വന്ന് നിങ്ങളുടെ വാതിൽ തട്ടുന്നു. 2. ഭൂതകാലത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതോടെ സുഖകരമായ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുകയാണ്. ഓരോ പുതിയ വെല്ലുവിളികൾ നിങ്ങളുടെ പാതയിൽ വരുമ്പോഴും അവയെ നേരിടാൻ അത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. 3. പഴയ കാലത്തിലെ ഓർമ്മകളിൽ നിന്നുള്ള മോചനം സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര കൂടിയാണ്. കാരണം ഇതുവരെ നാം ഭൂതകാലത്തിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ സ്വാതന്ത്ര്യം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുഭവിക്കാൻ സാധിക്കും. 4. നമ്മുടെ ഭൂതകാലം നമ്മെ വളരെ മികച്ചൊരു വ്യക്തിത്വമായി മാറ്റിയെടുത്തിട്ടുണ്ടാകാം. ഇത് തിരിച്ചറിയുന്നതും നാം നമുക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. മറ്റുള്ളവരോടും നമ്മോട് തന്നെയും പുറത്തു കൊടുക്കേണ്ടതാണ് നാം ഭൂതകാലത്തിൽ നിന്ന് പുറത്തു ചാടേണ്ടത്. മാപ്പ് കൊടുക്കലിൻ്റെ 5 സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് 1. ആ സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കുക. എന്തായിരുന്നു യാഥാർത്ഥ്യത്തിൽ അവിടെ സംഭവിച്ചത്? എപ്പോഴാണ് കാര്യങ്ങൾ മോശാവസ്ഥയിലേക്ക് പോയത്? അന്നു മുതൽ ഇന്ന് വരെ ആ കാര്യം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. 2. എതിരാളിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടായിരിക്കാം ആ വ്യക്തി എന്നോട് അന്ന് അങ്ങനെ പെരുമാറിയത്? അപ്പോൾ അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്നിങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് അയാളുടെ സഹാനുഭൂതി തോന്നുന്നു. പതിയെ നിങ്ങളുടെ ദേഷ്യം അലിഞ്ഞില്ലാതെയാകുന്നു. 3. അനുഭവത്തിൽ നിന്ന് പഠിക്കുക. ഇത്തരമൊരു വേദനാജനകമായ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് സ്വയം ചോദിക്കുക.
അങ്ങനെ അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുന്നൊരു ഘട്ടമാണിത്. 4. ഭൂതകാലത്തെ മറികടക്കുക. നിങ്ങളെ വേദനിപ്പിച്ച ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ വിശദമായി വിശകലനം ചെയ്ത് നിങ്ങളുടെ ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. ഇത്തരം ഒരു സംഭവം നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാസ്റ്റിനെ മറികടക്കുകയാണ്. 5. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം. നിങ്ങൾക്ക് വേദനയുണ്ടാക്കിയ പഴയ അനുഭവങ്ങൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പരമാവധി ഒഴിവാക്കാം. അതിനുവേണ്ട പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഈ 5 സ്റ്റെപ്പുകളാണ് മാപ്പ് കൊടുക്കലിൻ്റെ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ.